إلى حضرة نبيك مصطفى محمد صلى الله عليه وسلم وعلى حضرات أرواح أصحابه البدريين والهديين والخندقين والهنينيين والتبوكيين وسائر الصحابة وإلى حضرات مشايخنا وأساتذتنا وإلى حضرات من نبيناهم خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ജമ്മിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വയുതമസ്സകു ബിൽ ആമ് കൊണ്ട് പിടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വുജൂബായിട്ടോ ജവാസായിട്ടോ ലക്ഷ്യം തോടുന്നതിനനുസരിച്ച് ആമ് കൊണ്ട് അമൽ ചെയ്യപ്പെടും. ഫി ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ. ഖബറൽ ബഹസി അനിൽ മുഖസ്സിസി, ഈ ആമിനെ തഖ്സീസാക്കുന്ന ഒന്ന് അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ മുമ്പ്, പരിശോധിക്കുന്നതേ ഇല്ല. ആ പരിശോധനയുടെ മുമ്പ് തന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് ആമ് കൊണ്ട് അമൽ ചെയ്യാം, അത് തർക്കമില്ല, ഇത്തിഫാഖാണ് എന്ന് കമാ ഖാലഹുൽ ഉസ്താദ് അബൂ ഇസ്ഹാഖ് ഇസ്റാഈലി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വകദ ബഅദൽ വഫാത്തി, നബിന്റെ ജീവിതകാലത്തുള്ളതുപോലെ തന്നെ നബി വഫാത്തായാലും ആമ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും. കെതല്ലേ ഇട്ടത് ഖിലാഫുണ്ടാവും. ഖിലാഫൻ ഇബ്നു സുറൈജ്, ഇബ്നു സുറൈജ് അതിനെതിരാ. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം പറ്റൂല എന്നാണ് ഇബ്നു സുറൈജ് പറയുന്നത്. വമൻ തബിഅഹു ഫീ ഖൗലിഹി ലാ യുതമസ്സകു ബിഹി ഖബറൽ ബഹ്സി, അവിടെ തഖ്സീസാക്കുന്നത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ആമ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല എന്ന് ഇബ്നു സുറൈജ് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൽ ഇബ്നു സുറൈജിനോടും തുടർന്നവരും ഓർക്കൊക്കെ എതിരാണ് ഈ പറഞ്ഞത് എന്നാണ്. അപ്പോ നബിയുടെ വഫാത്തിന് ശേഷം ആമ് കൊണ്ട് അമൽ ചെയ്യണമെങ്കിൽ അവിടെ മുഖസ്സിസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല എന്നാ. എന്താ അങ്ങനെ പറയാൻ കാരണം? ലിയഹ്തിമാലിൽ മുഖസ്സിസി, ഈ ആമിനെ തഖ്സീസാക്കുന്ന ഒന്നവിടെ ഉണ്ടാവാലോ, അങ്ങനെ വരാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് പറ്റൂല എന്ന് പറയുന്നത്. എങ്കിൽ അതിന് മറുപടിയുണ്ട്. ഉജീബ, അതിന് മറുപടി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ബി അന്നൽ അസ്ല അദ്മുഹൂന്നല്ലേ, തഖ്സീസ് വരാമെന്നല്ലേ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് അവിടെ മുഖസ്സിസ് ഇല്ലാന്ന് വന്നോടെ, അപ്പൊ പിന്നെ ആ വാദം പൊളിഞ്ഞു. വഹാദൽ ഇഹ്തിമാലു, എങ്കിൽ ഈ ഇഹ്തിമാല്, ഏത് മുഖസ്സിസ് തഖ്സീസാക്കുന്നൊരു ഇഹ്തിമാല് വരാമെന്നല്ലേ, അടിസ്ഥാനപരമായിട്ട് ഇല്ലാന്ന് വെച്ചു. പിന്നെ ഈ ഇഹ്തിമാല് മുന്തഫിൻ ഫി ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഈ ഇഹ്തിമാൽ ഇല്ലതാനും. അപ്പൊ പിന്നെ റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് ഇഹ്തിമാൽ ഇല്ല എന്നും തഖ്സീസാക്കുന്ന ഒന്ന് അടിസ്ഥാനപരമായിട്ട് ഇല്ലാന്നും എന്നാൽ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും ഈ ആമ് കൊണ്ട് അമൽ ചെയ്യാമെന്നല്ലേ വരിക. അപ്പൊ മുഖാലിഫീങ്ങൾക്കൊക്കെ എതിരെ മറുപടി കൊടുത്തിട്ട് സ്ഥാപിച്ചത് ഇപ്പൊ അങ്ങനെയാ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നാ? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അത് മുന്തഫിയുള്ള ഈ ഇഹ്തിമാല് لأن التمسك بالعام إذاك بحسب الواقع فيما ورد لأجله من الوقائع. ആമ് കൊണ്ട് ജോലി ചെയ്യല് അക്കാലഘട്ടത്തിൽ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ആ സമയത്തൊക്കെ ആമ് കൊണ്ട് ജോലി ചെയ്യുക എന്നുള്ളത് സംഭവ വികാസങ്ങൾക്കനുസരിച്ചാ. എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ സംഭവ വികാസം വന്നതെങ്കിൽ ആ വന്നതിൽ അതിന്റെ സംഭവം എന്താണോ അത് ആസ്പദപ്പെടുത്തിക്കൊണ്ടായിട്ടാണ് അമൽ ചെയ്യുക എന്നുള്ളതാണ്. ഓഹുവ
ഖത്ഇയ്യുദ് ദുഖൂൽ, ആ സംഭവം എന്തായാലും പ്രവേശിച്ചു എന്നുള്ളത് ഉറപ്പല്ലേ? എങ്കിലും ഈ പറഞ്ഞ പരിപാടി എന്തല്ലക്സർ, ഈ പറഞ്ഞ സംഗതിയൊക്കെ അക്സറിന്റെ അടുക്കലാണ് പറഞ്ഞ് എല്ലാവരുടെയും അടുക്കലല്ല. കമാസയെത്തി അങ്ങനെ ശേഷം വരുന്നുണ്ട്, അപ്പൊ മനസ്സിലാവും. വമാ നഖലഹുൽ ആമുദിയു വഗൈറുഹു, ആമുദി ഇമാമും അല്ലാത്തവരും ഉദ്ധരിച്ചത് എന്താണത്? മിനൽ ഇത്തിഫാഖി അലാമ ഖാലഹു ഇബ്നു സുറൈജ്, ഇബ്നു സുറൈജ് പറഞ്ഞ കാര്യത്തിന്റെ മേൽ ഇത്തിഫാഖാണ്. അതാണ് ആമുദിയും അല്ലാത്തവരും ഉദ്ധരിച്ചത്. ആ ഇത്തിഫാഖാവുക എന്നുള്ളത് മദ്ഫൂഉൻ, അത് തട്ടപ്പെട്ടതാണ്, ഇത്തിഫാഖല്ല. ഇബ്നു സുറൈജ് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ആമ് കൊണ്ട് അമല് ചെയ്യാൻ ബഹസിന്റെ മുമ്പ് പറ്റൂല എന്ന്. അത് ഇത്തിഫാഖാന്നാ പറഞ്ഞത്. അത് ഇത്തിഫാഖാണെന്ന് അറിയിക്കുന്ന ഉദ്ധരണി ആമുദിയുടെയും അല്ലാത്തവരുടെയും. എങ്കിൽ അത് മദ്ഫൂആണ്, അത് ഇത്തിഫാഖാന്ന് പറഞ്ഞാൽ ശരിയല്ല. എന്തുകൊണ്ട്? ബികായത്തിൽ ഉസ്താദി വശൈഖ് അബി ഇസ്ഹാഖ് ശിറാസി എന്ന് പറയുന്ന ആളുകൾ അൽ ഖിലാഫ ഫീഹി, അതിലുള്ള ഖിലാഫിനെ ഇവിടെ ഇക്കായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തിഫാഖല്ല എന്ന് കിട്ടി. അലൈഹി, അതിന്റെ മേൽ ആ ഖിലാഫ് ഇവിടെ ഇക്കായത്ത് ചെയ്തല്ലോ, അതനുസരിച്ചാണ് ജറൽ ഇമാമുർ റാസി വഗൈറുഹു, റാസി ഇമാമും അല്ലാത്തവരും പോയത്, നടന്നത് അതനുസരിച്ചാണ്. അപ്പൊ ഖിലാഫ് ഇവിടെ ഉണ്ട്, ഇത്തിഫാഖാണെന്ന് പറഞ്ഞത് ശരിയല്ല. വമാല ഇല തമസ്സുകി, ആമ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും. ഖബ്റൽ ബഹ്സി, മുഖസ്സിസ് അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ആമ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും എന്നതിലേക്കാണ് ഇമാം റാസിയുടെയൊക്കെ ചായ്വ്. വഖ്താറഹുൽ ബൈളാവി വഗൈറുഹു, ബൈളാവി ഇമാമും അല്ലാത്തവരും ഈ പറഞ്ഞ അഭിപ്രായത്തെ ബലപ്പെടുത്തിയിരിക്കുന്നു. വതബിഅഹുൽ മുസന്നിഫു, ഇവരോടൊക്കെ മുസന്നിഫ് തുടരുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ബഅസിന്റെ മുമ്പ് തമസ്സുക്ക് പറ്റുമെന്ന് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായമുണ്ട്. അപ്പൊ അവിടെ പറ്റൂല എന്ന് ഇബ്നു സുറൈജ് കൂടുന്നത് ഇത്തിഫാഖാണ് എന്നറിയിക്കുന്ന ആമുദി ഇമാമിന്റെയും അല്ലാതെ നഖലുകൾ ശരിയല്ല, അവിടെ ഖിലാഫ് ഉണ്ടെന്നും വന്നു. ഇത്തിഫാഖുണ്ടെന്ന് നഖല് വന്നപ്പോൾ അത് ശരിയല്ല, അത് ഖിലാഫ് ഉണ്ടെന്ന് ഉദ്ധരിച്ചതോടുകൂടി അത് തട്ടപ്പെട്ടു പോയിരിക്കുകയാണ്. വഹുവ, ആമ് കൊണ്ട് അമൽ ചെയ്യല് ആരെ വാക്കാണ്? ഖൗലുൽ സ്വൈറഫി, സ്വൈറഫിയുടെ വാക്കാണ്. സ്വൈറഫി ഇമാമിന്റെ വാക്കാണ് എന്നുള്ളത് എങ്ങനെ കിട്ടി? കമാൻ അഖലഹു അൻഹു അൽ ഇമാമുർ റാസി, ഇമാം റാസി റളിയല്ലാഹു അൻഹു സ്വൈറഫി ഇമാമിനെ തൊട്ട് അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആമ് കൊണ്ട് അമൽ ചെയ്യാമെന്നുള്ളത് അദ്ദേഹത്തൊട്ട് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വഖ്തസറൽ ആമുദിയു, ആമുദി ഇമാമ് ചുരുക്കിയത് അന്നഖില അൽ സ്വൈറഫി, സ്വൈറഫി ഇമാമിനെ തൊട്ട് നഖല് അലാ വുജൂബി ഇഅ്തിഖാദിൽ ഉമൂമി ഖബ്റൽ ബഅസി അൽ മുഖസ്സിസി, ഈ ആമിനെ തഖ്സീസാക്കുന്ന ഒന്ന് ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് എല്ലാ ഫർദുകളിലും ഈ ആമ് ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നതിന്റെ മേലിൽ സ്വൈറഫി ഇമാമിന്റെ തൊട്ടൊരു ഉദ്ധരണി മാത്രം ചുരുക്കി വെച്ചു. പല അഭിപ്രായത്തിലായി പോയി. ഇനി അലാ ഖൗലി ഇബ്നു സുറൈജ്, ഇബ്നു സുറൈജ് പറഞ്ഞത് എന്താ? ബഅസിന്റെ മുമ്പ് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആമ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല എന്നല്ലേ? ബഅസ് ചെയ്താ പിന്നെ പറ്റും, മുമ്പ് പറ്റൂല എന്നാ. അങ്ങനെ ഇബ്നു സുറൈജിന്റെ വാക്ക് പ്രകാരം ലവി ഖത്തൽ ആമു അമലൻ മുവഖത്തൻ, സമയം നിശ്ചയിച്ചുകൊണ്ടൊരു പ്രവൃത്തി ആ ആമ് തേടി, പക്ഷേ വലാഖൽ വഖത്തു, ഇപ്പോൾ സമയം കുടിസാവുകയും ചെയ്തു. എന്തിനെ തൊട്ട്? അനിൽ ബഅസി, അതിന് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. കാരണം മുഖസ്സിസ് ഉണ്ടോ എന്ന് ചർച്ച ചെയ്യണമല്ലോ. അങ്ങനെ ചർച്ച ചെയ്യാൻ അവിടെ സമയമില്ല താനും. ആമ് തേടുന്നതോ നിശ്ചിതമായിരിക്കുന്ന ഒരു സമയത്ത് അമൽ ചെയ്യാനുമാണ്. ഈ രൂപത്തിൽ വന്നാൽ ഹൽ യുഅ്മലു ബിൽ ഉമൂമി,
ആ ആമ് കൊണ്ട് അമൽ ചെയ്യപ്പെടാൻ പറ്റുമോ? എഹ്തിയാത്തൻ ദുഷ്കം പ്രവർത്തിച്ച് ചെയ്യാൻ പറ്റുമോ? ഔല പറ്റൂലേ? ഖിലാഫുൻ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അഭിപ്രായത്തെ ഹക്കാവുൽ മുസന്നിഫ് ഉദ്ധരിച്ചിരിക്കുന്നു. ആരത്തൊട്ട്? അൻ ഹിക്കായത്ത് ഇബ്നു സ്വബ്ബാഇന്റെ ഹിക്കായത്തിനെ തൊട്ട് മുസന്നിഫ് ഈ ഖിലാഫ് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. വദിക്റുഹു ഹുന അവലൻ, ആദ്യമായിട്ട് മുസന്നിഫ് ഇവിടെ പറഞ്ഞത് ബിഖൗലിഹി, മുസന്നിഫിന്റെ വാക്കുകൊണ്ട്, വസാലിസുഹാ, ഖൗലുകളിൽ മൂന്നാമത്തേത്, ഇൻവാഖൽ വഖ്തു എന്നാണ്. സമയം കുടിസായാൽ എന്നുള്ളൊരു ഇബാറത്ത് ഇട്ടുകൊണ്ടാണ് മുസന്നിഫ് ഇവിടെ ആദ്യം പറഞ്ഞത്. സുമ്മ തറക്കഹു, പിന്നെ മുസന്നിഫ് അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ആദ്യം അങ്ങനെ ഇബാറത്തിട്ടു, പിന്നെ മുസന്നിഫ് അത് ഒഴിവാക്കുകയും ചെയ്തു. എന്താ കാരണം? ലിഅന്നഹു ലൈസ ഖിലാഫൻ ഫി അസ്ൽ മസ്അലത്തി, ഈ മസ്അലയുടെ അടിസ്ഥാനത്തിൽ ഖിലാഫില്ല, അതുകൊണ്ടാണ് അങ്ങനിട്ട് പിന്നെ ഒഴിവാക്കിയത്. ശരിക്ക് പറഞ്ഞാൽ ഈ മസ്അല എന്ത് തരാല്ല, ഖിലാഫ് ഇല്ല എന്നുള്ളതാണ്. ശരി, ഇനിയിപ്പോ ബഹസ് വേണം വേണ്ട ഇങ്ങനെയാണല്ലോ. ഇനി ബഹസ് ചെയ്യുന്നതിൽ എന്ത് മതി? ആരഭിപ്രായ പ്രകാരം? അലാ ഖൗലി ഇബ്നു സുറൈജ്, ഇബ്നു സുറൈജിന്റെ അഭിപ്രായം അനുസരിച്ച് മുഖസ്സിസ് ഉണ്ടോ എന്ന് ചർച്ച ചെയ്യണമെന്നല്ലേ? ആ മുഖസ്സിസിനെ കുറിച്ചുള്ള ചർച്ചയിൽ മതി. എന്ത് മതി? ലന്നുണ്ടായ മതി, വിചാരം. എന്തുകൊണ്ട്? ബി അല്ലാ മുഖസ്സിസ, അവിടെ മുഖസ്സിസ് ഇല്ല എന്നൊരു വിചാരം ഉണ്ടായാൽ മതി. എന്നത് പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഖിലാഫുൽ ഖാദി അബി ബക്കർ ബാഖില്ലാനി. മൂപ്പര് പറയുന്നത് ഫി ഖൗലിഹി, തന്റെ വാക്കിൽ ലാ ബുദ്ദ മിനൽ ഖത്ഇ, ഉറപ്പ് വേണം എന്നുള്ളതാ. മൂപ്പർക്ക് അവിടെ എതിര് അങ്ങനെ ഉറപ്പും വേണം, ലന്ന് പോരാ എന്ന. ഇബ്നു സുറൈജിന്റെ അഭിപ്രായം അനുസരിച്ച് ബഹസിൽ ലന്ന് മതി, അവിടെ മുഖസ്സിസ് ഇല്ല എന്ന്. എന്നാൽ മുഖസ്സിസ് ഇല്ല എന്ന് ഉറപ്പ് വേണമെന്നാണ് ഖാദി അബി ബക്കർ ബാഖില്ലാന്റെ അഭിപ്രായം. എന്നിട്ട് ഖാൽ പറയുന്നു, ഈ ഉറപ്പിട്ടൽ എന്ത് മതി? എന്തുകൊണ്ടൊക്കെ ഉണ്ടാവാം? നല്ലോണം ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിക്കുക. വൽ ബഹസി, ആവർത്തിച്ചാവർത്തിച്ച് ചർച്ച ചെയ്യുക. വഷ്തിഹാരി കലാമിൽ അഇമ്മത്തി, ഇമാമിയുടെ കലാം മഷ്ഹൂറായി വരിക. മിൻ ഗൈരി അൻ യദ്കുറ അഹദും മിൻഹും മുഖസ്സിസൻ, ഈ ആമിനെ തഖ്സീസാക്കുന്ന സംഗതി ഇവിടെ ഉണ്ടെന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല എന്നുള്ളതും മഷ്ഹൂറായി വന്നാൽ അവിടെ മുഖസ്സിസ് ഇല്ല എന്ന് ഉറപ്പായി എന്നാണ് ഖാദി അബീ ബക്കർ ബാഖില്ലാന്റെ അഭിപ്രായ പ്രകാരം ഖത്ത് കിട്ടുവാനുള്ള മാർഗം എന്ന. എങ്കിൽ നമുക്ക് അവിടെ ഒരു ചർച്ചയുണ്ട്. എന്ത്? ഖാദി അബീ ബക്കർ ബാഖില്ലാനി പറഞ്ഞത് ലാ യുഫീദുൽ ഖത്അ, ഇതുകൊണ്ടും എന്താവൂല, ഉറപ്പ് വരുത്തൂല. പിന്നെ എന്തേ കിട്ടുള്ളൂ? ബൽ യുഫീദുൽ ദന്നുൽ ഖവിയ്യ, ശക്തമായൊരു വിചാരം എന്ന് കിട്ടും. പിന്നെ വയുംകിനു അൻ യകൂന മുറാദുഹു ബിൽ ഖത്ഇ, ഖാദി അബീ ബക്കർ ബാഖില്ലാനി ഖത്ഇ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം എന്തായിട്ട് വരാം? അള്ളന്നൽ ഖവിയ്യ, ഖവി ശക്തമായ ദന്ന് എന്ന് വരാം. അങ്ങനെ വരുമ്പോ ഇബ്നു സുറൈജിന്റെ അഭിപ്രായ പ്രകാരം ദന്നുണ്ട്, ഇയാളെ അഭിപ്രായ പ്രകാരം ഖവിയുൽ ദന്നുമാണെങ്കിൽ ഈ രണ്ട് ലമ്മിന്റെ ഇടയിൽ വ്യത്യാസം എന്താ? വയകൂനുൽ ഫർഖു ബൈനഹു വബൈന മാ ഖബലഹു, ഇബ്നു സുറൈജിന്റെ അഭിപ്രായ പ്രകാരമുള്ള ദന്നും ഖാദി അബീ ബക്കർ ബാഖില്ലാനിയുടെ അഭിപ്രായം അനുസരിച്ചുള്ള ദന്നും ഖത്വും, ഇത് തമ്മിന്റെ ഇടയിലുള്ള മാറ്റം. രണ്ടും ദന്നാണ്, ഒന്ന് ഖവിയ് മറ്റേ ഖവിയില്ല. ഈ രണ്ട് ദന്നിന്റെയും ഇടയിലുള്ള വ്യത്യാസമാകും അന്നഹു യുക്തഫ ബി അസ്ലിൽ ദന്നി, അടിസ്ഥാനപരമായിട്ട് എന്തുണ്ടായ മതി? വിചാരമുണ്ടായ മതി എന്നത് മതിയാക്കപ്പെടാം. വഇല്ലം യകുൻ ഖവിയൻ, ഖവിയായിട്ടില്ലെങ്കിലും ലന്ന് ഖവിയല്ലെങ്കിലും അടിസ്ഥാനപരമായിട്ട് ലന്നുണ്ടായ മതി. ബിഖിലാഫി ഹാദാ, ഖാദി അബീ ബക്കർ ബാഖില്ലാനി പറഞ്ഞതിനെതിരായിട്ട് മൂപ്പരത്തെ അടിസ്ഥാനപരമായ ലന്നുണ്ടായ പോരാ, ഖവിയായിട്ട് തന്നെ വേണം എന്നാണ്. എങ്കിൽ ഇവിടെ മൂന്നാമത്തെ അഭിപ്രായം ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ചെയ്യുന്നുണ്ട്. ഉഹുവ, ഏതാണ് മൂന്നാമത്തെ അഭിപ്രായം? അന്നഹു ലാ യുക്തഫൽ ലന്നു, ലന്ന് മതിയാക്കപ്പെടൂല.
വലാ യുസ്തറത്തുൽ ഖത്തു എന്ന ഖത്ത് ഷർത്തുമില്ല. പിന്നെന്ത് മതി? ബൽ ലാ ബുദ്ദ മിൻ ഇഅ്തിഖാദി ജാസിമിൻ, ഒരു ഉറപ്പുള്ള വിശ്വാസമുണ്ടായാൽ മതി. വസുക്കൂനുൻ നഫ്സി, നഫ്സിനടക്കമുണ്ടായാൽ മതി. ബിന്ദിഫാ, ഇവിടെ മുഖസ്സിസില്ല എന്നതുകൊണ്ട് സമാധാനം ശരീരത്തിന് ഹൃദയത്തിന് കിട്ടിയാൽ മതി. ഒരു ഉറപ്പുള്ള വിശ്വാസം കിട്ടിയാൽ മതി. ഖത്ത് എന്നെ വേണമെന്നില്ല. നല്ലനും എന്താവുകയില്ല, മതിയാവുകയുമില്ല. ഇങ്ങനെ മൂന്നാമത്തെ അഭിപ്രായം ബസ്സാലി ഇമാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ആകത്തുക നമുക്ക് മനസ്സിലാക്കാനുള്ളത്, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഒരു ചർച്ചയും ചെയ്യേണ്ട മുഖസ്സിസ് ഉണ്ടോ ഇല്ലേ എന്ന് മുമ്പ് തന്നെ ആമ് കൊണ്ട് അമൽ ചെയ്യാം. അത് ഇത്തിഫാഖാണെന്ന് പറയുന്നു. ഹബീബ നബിയുടെ വഫാത്തിന് ശേഷം എന്ത് പറ്റും? ബഅസിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യാം? അമൽ ചെയ്യാമെന്നും ഉണ്ട്. പക്ഷെ അവിടെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസമാണ് നമ്മൾ ഇവിടെയൊക്കെ ചർച്ച ചെയ്തു പോകുന്നത്. ഇങ്ങനെയാണ് ഇന്നത്തെ ക്ലാസിനെ കുറിച്ചുള്ള ചർച്ച. ഇതോടുകൂടെ അവസാനിപ്പിക്കട്ടെ. ഇത് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും അള്ളാഹുവിന്റെ മഹലായ ഫള് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ചെയ്യുന്നതിലൊക്കെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി നാളെ നമുക്കിതൊരു മുതൽക്കൂട്ടായി അള്ളാഹു നമ്മിന് സ്വീകരിക്കട്ടെ. തുടർന്നുള്ള ക്ലാസുകളിലും സവിസ്തരം പ്രതിപാദിക്കുവാനും മനസ്സിലാക്കുവാനും നാഫിയ ഇൽമ വർധന ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവരും തൗഫീഖ് ചെയ്യട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക എന്ന ദുആ വസിയത്തോടുകൂടെ ഈ ക്ലാസ്, 6ാമത്തെ ക്ലാസ് ജമ്മിന്റെ ഗ്രൂപ്പിലേക്ക് ഇതാ ഞാൻ സമർപ്പിക്കുകയാണ്. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.